ഇന്നത്തെ എപ്പിസോഡിൽ ഇഷിതി മഹേഷും അങ്ങനെ ഹോട്ടൽ റൂമിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ മഹേഷ് ആകെ കോട്ടുവായൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ മഹേഷിൻ്റെ ചേച്ചി ചോദിക്കും, എന്താ ഇന്നലെ ഉറക്കമൊന്നും ഉണ്ടാവില്ല അല്ലേ? മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ മഹേഷാണെങ്കിൽ വേഗം തന്നെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ ഇഷിതേനെ സ്വപ്നവലി വിളിക്കും. എന്നിട്ട് പറയും, അതെ ഞാനാണ് ഈ വീട്ടിലത്തെ സൂപ്പർ മോം, അപ്പോൾ ഞാൻ പറയുന്നതാണ് ഈ വീട്ടിൽ നടക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇഷിത പറയും, അതേ അമ്മയാണ് ഇവിടുത്തെ സൂപ്പർ മോം, അമ്മ പറയുന്നത് വേണം എല്ലാവരും കേൾക്കാൻ. ഞാൻ എന്നും ഇനി അമ്മയ്ക്ക് രാവിലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരാമല്ലോ, അമ്മ ഇനി വെറുതെ ഇരുന്നാൽ മതി. പിന്നെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ ചുളിവുകളൊക്കെ വരുന്നുണ്ട്, ഞാനൊരു ഡോക്ടറല്ലേ, ഞാൻ അതൊക്കെ മാറ്റി തരാം, അമ്മേനെ ഞാൻ സുന്ദരിയാക്കും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ സൗന്ദര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സ്വപ്നവല്ലിക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. അയ്യോ മോളെ എൻ്റെ മരുമോളല്ല, നീ എൻ്റെ മകളാണ് എന്നൊക്കെ തന്നെ പറയും. അപ്പോൾ സ്വന്തം മോള് വിളിച്ചിട്ട് പറയും, അമ്മ കാര്യത്തിൽ നിന്ന് വഴുതി മാറി പോവല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നിനക്ക് എൻ്റെ മുഖത്ത് ചുളിവുള്ളത് കാണാൻ പറ്റൂടി, അവൾ പറഞ്ഞത് കണ്ടില്ലേ, എൻ്റെ മോള് പറഞ്ഞത് എനിക്ക് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഇഷിതേനെ മോള് പോയി കുളിച്ചിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞേക്കൂട്ടോ. ഇനി ഇഷിത റൂമിൽ ചെന്നിട്ട് മഹേഷിനോട് ചോദിക്കും, ഈ എൻ്റെ ഡ്രസ്സുകളൊക്കെ എവിടെ വെക്കുകയെന്ന് ചോദിക്കുമ്പോൾ മഹേഷ് പറയും, നീ എൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കുകയെന്ന് പറയും. ആ തലയിൽ വെക്കണമെങ്കിൽ ഒന്ന് കുനിഞ്ഞ് നിൽക്കുക, അല്ലാണ്ട് ഒട്ടകത്തിൻ്റെ തലയിൽ എങ്ങനെ വെക്കാനാ എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെ മഹേഷ് വേഗം തന്നെ ബാത്റൂമിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ ഇഷിതയ്ക്കാണെങ്കിൽ പോവാൻ വൈകുന്നത് കാരണം ഇഷിത അമ്മോട് ചെന്ന് ചോദിക്കും, അമ്മ ഇവിടെ മഹേഷ് ടോയ്ലറ്റിലാണ്, അപ്പോൾ എനിക്ക് കുളിക്കണമായിരുന്നു എന്നൊക്കെ തന്നെ പറയുമ്പോൾ, അയ്യോ എല്ലാ ടോയ്ലറ്റിലും ആൾക്കാരാണല്ലോ, മോളൊരു കാര്യം വെയിറ്റ് ചെയ്യുമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇഷിത വേഗം തന്നെ ഇഷിതയുടെ വീട്ടിൽ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വരികയാണ്. അപ്പത്തിനും സ്വപ്നവല്ലീനെ പീരി കയറ്റി വെച്ചിട്ടുണ്ടാവും മോള്. അപ്പോൾ സ്വപ്നവല്ലിയോട് പറയും, സ്വപ്നവല്ലി ചോദിക്കും, നീ എങ്ങടാ പോയത് ചോദിക്കുമ്പോൾ, ഞാൻ കുളിക്കാൻ വേണ്ടി വീട്ടിൽ പോയതാ എന്ന് പറയും. അപ്പോൾ നീ എവിടേക്കെങ്കിലും പോകുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് വേണം, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.